Before that, we have our RDDs of different regions to grace the occasion of Disha. And as a representative of the RDDs, our respected Anil Kumar sir, RDD Malappuram, will share a few words. ബഹുമാനപ്പെട്ട MLA ടൈസൺ മാസ്റ്റർ, JD സുരേഷ് സാർ, CGNDC കോർഡിനേറ്റർ അസീം സാർ, അഡീഷണൽ DPA ഷിബു സാർ, മറ്റ് RDDമാർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അധ്യാപക സുഹൃത്തുക്കൾ, വിദ്യാർത്ഥിനികളെ, ഹയർ സെക്കൻഡറിക്ക് എല്ലാ ജില്ലയ്ക്കും ഡയറക്ടർമാരില്ല. 2 ജില്ലയ്ക്ക് ഒരു ഡയറക്ടറാണ്. അങ്ങനെ 14 ജില്ലയ്ക്ക് 7 റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാരാണ് ഹയർ സെക്കൻഡറിക്ക് ഉള്ളത്. ഞങ്ങൾ 7 പേരും ഇവിടെ ഉണ്ട്. ഒരു ആശംസ പറയാതെ നന്ദിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഒരു അഭംഗിയാവുമോ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഈ വൈകിയ വേളയിലും എല്ലാവർക്കും വേണ്ടി ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ഞാൻ കയറിയത്. ആങ്കർ പേരൊക്കെ തെറ്റിച്ചു. ഞാൻ മലപ്പുറം, പാലക്കാട് ജില്ലകളുടെ ചുമതലയുള്ള RDD ആണ്. എൻ്റെ പേര് ഡോക്ടർ അനിൽ PM. ഓക്കെ, കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എന്തായാലും കുട്ടികൾ മാറുന്നുണ്ട് എന്നുള്ളത് വലിയ സമാധാനമാണ്. കുറേ ആളുകൾ പുറത്തു പോകുമ്പോൾ പുതിയ കുട്ടികൾ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് വല്ലാതെ ബോറടി കുട്ടികൾക്ക് ഉണ്ടാവില്ല. പണ്ട് കാലത്ത് നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വേറെ പല പരിഗണനകളായിരുന്നു കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിന്. നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. കുറേ കുട്ടികൾ SLC കഴിഞ്ഞിട്ടാണെന്ന് വിചാരിച്ചോളൂ. ബസ് വരുന്നു. ആദ്യം വരുന്ന ബസ്സിൽ കുറേ കുട്ടികൾ കയറിപ്പോകും. ചില ആളുകളുടെ അവിടെ കാത്തു നിൽക്കും. തിരക്ക് കുറഞ്ഞ ബസ്സിൽ, ഇരിക്കാൻ സീറ്റുള്ള ബസ്സിൽ കുറേ ആളുകൾ കയറിപ്പോകും. വേറെ കുറച്ച് ആളുകൾ അങ്ങനെയും പോരാ, സീറ്റുകളൊക്കെ നല്ല കുഷനൊക്കെ ഉള്ള സീറ്റിൽ കയറിപ്പോകും. കയറിപ്പോയിട്ട് എവിടേക്കാണ് പോകണമെന്നൊന്നും അറിയില്ല. നമ്മളവിടെ പോവാണ്. അവസാനം ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴാണ് അറിയുക, നമ്മൾ വിചാരിച്ച കോഴ്സ് ആയിരുന്നില്ല ഇത്, ഞാൻ എത്തിപ്പെടേണ്ട ഒരു മേഖല ആയിരുന്നില്ല, ഏതെങ്കിലുമൊക്കെ കോഴ്സിന് ചേരുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴാണ് മനസ്സിലാവുക ഇത് എനിക്ക് പറ്റിയ മേഖലയാവും. അപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെടും. BTech ഒക്കെ കഴിഞ്ഞ കുട്ടികൾ, വളരെയധികം കുട്ടികൾ ബാങ്കിലും ഇൻഷുറൻസിലും ഹോട്ടൽ മേഖലകളിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. BTech കഴിഞ്ഞ കുട്ടികൾ അവരുടെ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ്. അത് അവരങ്ങോട്ട് ചേർന്ന് പോയതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇതിനുള്ളൊരു അവസരമാണ്. നമുക്ക് ഇന്ന കോഴ്സ് ചേരണം അല്ലെങ്കിൽ ഇന്നതാവണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും അതിനുള്ള അഭിരുചി നമുക്കുണ്ടോ എന്നുകൂടി മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകൾ, കേഡാറ്റ് ടെസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഈ മേള കണ്ടു പോയി കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് കരിയർ ഗൈഡുമാരുണ്ട്. അവരുടെ സേവനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ധൃതി പിടിച്ചൊരു തീരുമാനം എടുക്കണ്ട. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഭിരുചി ടെസ്റ്റുകളിലൂടെ കടന്നുപോയി നമുക്ക് ഈ മേഖലയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അത് തിരഞ്ഞെടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മൾ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാം നമ്മളെ രീതിക്കനുസരിച്ച് വന്നോളുന്നില്ല. നമ്മൾ പറയാറുണ്ട് പിക്കപ്പ് ഫൈറ്റ് എന്ന് പറയും. പിക്കപ്പ് ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫൈറ്റ് പിക്ക് ചെയ്താൽ മതി. എല്ലാ ഫൈറ്റിലും പോയിട്ട് ചേർന്ന് നമ്മൾ തോൽവി അടഞ്ഞ് ആകെ മനസ്സ് വിഷമിച്ച് നടക്കേണ്ടതില്ല. നമുക്ക് കഴിയുന്ന ഫൈറ്റിന് പോയാൽ മതി. എൻട്രൻസ് എത്രയോ കണക്കിന് കുട്ടികൾ എഴുതുന്നു. എത്ര ആളുകളാണ് ക്വാളിഫൈ ചെയ്യുന്നത്? വളരെ കുറച്ച്. എല്ലാ പരീക്ഷയും പോയി എഴുതേണ്ട ആവശ്യമില്ല. വിജയിക്കണമെങ്കിൽ ആകെയുള്ള മന്ത്രം കുറച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം അത് മാത്രം ഫോക്കസ് ചെയ്ത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് ജയിക്കുന്നത്. എല്ലാ പരീക്ഷ എഴുതി എന്തെങ്കിലും ആവുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യത്തിലും എത്താതിരിക്കാനുള്ളൊരു മാർഗം മാത്രമാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. ഈ ദിശ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവിധ ഭാവിയിൽ ജോലി കരിപ്പിടിപ്പിക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുമാറാവട്ടെ. ഈ പ്രോഗ്രാമിന് എല്ലാ RDDമാരുടെ പേരിലും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. ദിശയുണരുന്നു, വഴി തെളിയുന്നു, അറിവുകൾ കതിരിടും തണലിടം ദിശ. ദിശയുണരുന്നു, വഴി തെളിയുന്നു, അറിവുകൾ കതിരിടും തണലിടം ദിശ. ദിശ ദിശ